നമസ്കാരം, ഏവർക്കും കർമ്മി സൈക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സനീഷ്. സബോർഡിനേറ്റിനൊഴിച്ച് നമ്മുടെ ബോസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ജോയിൻ ചെയ്ത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റിസൈൻ ചെയ്യാനുള്ള ത്വര ഉണ്ടാകാറുണ്ട്. ഈ സ്ഥാപനം ഒരു വലിയ മനുഷ്യന്റെ നിരന്തര പരിശ്രമത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായി ഒരു ചെറിയ കടമുറിയിൽ നിന്നും ഇന്ത്യയിലെ തന്നെ മികച്ച ബ്രാൻഡായി വളർത്തിക്കൊണ്ടു വന്നതാണെങ്കിലും അതിനൊക്കെ അപവാദമായി മണിയടിച്ചും മറ്റുള്ളവരെ തല്ലി തകർത്തും അധികാരത്തിന്റെ ഇടനാഴിയിൽ ഇടം പിടിച്ചിരിക്കുന്ന ഇതുപോലുള്ള ഒരു ബോസ് മതിയല്ലോ. അത് പറഞ്ഞപ്പോഴാണ് രസകരമായ മറ്റൊരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. എൻ്റെ ഒരു ടീം മെമ്പർ ഇതുപോലെ ഒരു ദിവസം അവൻ്റെ ആത്മാഭിമാനത്തിന് കനത്ത പ്രഹരമേറ്റപ്പോൾ ബോസുമായി വഴക്കിട്ടു. അന്നത്തെ പ്രവൃത്തി ദിവസം പൂർത്തിയായി പിന്നെയും മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ഏറെ നേരമായി മുഴങ്ങിക്കൊണ്ടിരുന്ന ബോസിന്റെ ഭരണിപ്പാട്ടും ബഹളവും കഴിഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് നാളെ കാണാം എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ബോസിന്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ആ ചങ്കിനെയാണ് ഞങ്ങൾ പിന്നെ കാണുന്നത്. അവൻ വീട്ടിലെത്തിയ ശേഷം ഞാനുമായി വളരെ നേരം സംസാരിച്ചു. അവൻ്റെ പരിഭവവും ദേഷ്യവും എന്നോട് പറഞ്ഞു തീർത്തു. അവൻ റിസൈൻ ചെയ്യാനുള്ള തീരുമാനത്തിലെത്തി എന്നെനിക്ക് മനസ്സിലായി. എങ്കിലും അവൻ്റെ അന്നത്തെ ജീവിത സാഹചര്യവും അവസ്ഥകളും വ്യക്തമായി അറിയാവുന്ന ഞാൻ ഒരു സ്നേഹിതൻ എന്ന രൂപേണ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. മറ്റൊരു ജോലിയൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ മറുതയെ ഇത്തിരി പൊക്കി പറഞ്ഞാൽ തൽക്കാലം നമ്മുടെ കാര്യങ്ങളാണ് നടന്നു പോകേണ്ടത് എന്ന് ഞാൻ അവനെ ഉപദേശിച്ചു. നല്ല ബുദ്ധിയും ബോധവുമുള്ള അവനെ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയതിനാൽ അടുത്ത ദിവസം ബോസിന് മുന്നിൽ ഒരു സാധുവിനെ പോലെ അവൻ അഭിനയിച്ചു. ബോസ് തലേ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ച് വീണ്ടും അവനോട് പരിഭവത്തോടെ ആരാഞ്ഞപ്പോൾ അവൻ പറഞ്ഞ "എന്താണ് ബോസ്" എന്ന ഡയലോഗ് പറഞ്ഞ് ഞങ്ങൾ ഇപ്പോഴും ചിരിക്കാറുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഡിപ്പാർട്ട്മെന്റിലെ പ്രോസസ് റിലേറ്റഡ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ബോസിന് ഞങ്ങളെ അനിവാര്യമായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ബോസ് അന്ന് തന്നെ അവനെ ആ കമ്പനിയിൽ നിന്നും പിഴുതെറിഞ്ഞേനെ. ഞാൻ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ കാനഡ മൈഗ്രേഷൻ പ്ലാൻ ഒരു പ്രാരംഭ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ നിർണായകമായ തീരുമാനം ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തില്ലെങ്കിൽ എൻ്റെ ആത്മാഭിമാനത്തോട് ഞാൻ ചെയ്യുന്ന അനീതിയാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നോട്ടീസ് പീരീഡോടുകൂടി എൻ്റെ റെസിഗ്നേഷൻ ഫോർവേഡ് ചെയ്തു. ഞാൻ റെസിഗ്നേഷൻ ഫോർവേഡ് ചെയ്തിട്ടും ബോസിന് എന്നോടുള്ള പക അടങ്ങിയിട്ടുണ്ടായില്ല. ബോസും സബോർഡിനേറ്റും എന്നെ ബുദ്ധിമുട്ടിക്കാനുള്ള പുതിയ പരിപാടികൾ ആവിഷ്കരിച്ചു കൊണ്ടിരുന്നു. അവർക്ക് അതിനൊരു കച്ചിത്തുരുമ്പ് കിട്ടി. ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് വളരെ പേരുകേട്ട ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഇവർക്ക് വേണ്ടി തേർഡ് പാർട്ടി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നത്. ഞാൻ ജോയിൻ ചെയ്ത ഉടനെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തുവെങ്കിലും എനിക്കെതിരെ 2 പോലീസ് കേസുകൾ നിലവിലുണ്ട് എന്നായിരുന്നു ഈ കമ്പനിയുടെ കണ്ടെത്തൽ. എന്നോട് ആ സമയത്ത് തന്നെ ബോസ് ഇതിനെക്കുറിച്ച് ചോദിച്ചുവെങ്കിലും അവർ തന്ന കേസിൻ്റെ റെഫറൻസ് നമ്പറും തീയതിക്കും ശേഷമാണ് എനിക്ക് പോലീസ് വെരിഫിക്കേഷൻ പൂർത്തിയായി പാസ്പോർട്ട് ലഭിച്ചത് എന്ന് എൻ്റെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത തീയതി കൂടി തെളിവാക്കി നൽകിക്കൊണ്ട് ആ സമയത്ത് തന്നെ ഞാൻ അവരുടെ മുന്നിൽ അത് ക്ലോസ് ചെയ്തതുമാണ്. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം 2 വർഷക്കാലം പൂർത്തിയാക്കിയ സമയത്താണ് വീണ്ടും എൻ്റെ പേരിലുള്ള ഈ അലിഗേഷൻ ബോസും സബോർഡിനേറ്റും കൂടി പൊടി തട്ടിയെടുക്കുന്നത്. ബോസ് എന്നെ വീണ്ടും റൂമിലേക്ക് വിളിപ്പിച്ചു. എൻ്റെ റെസിഗ്നേഷന് പകരം എന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഗൂഢാലോചനയാണതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പേരിൽ ഒരു തെറ്റുമില്ലാത്തത് കൊണ്ട് തന്നെ വളരെ സമചിത്തതയോടുകൂടിയാണ് ഈ പ്രശ്നത്തെ ഞാൻ നേരിട്ടത്. ഞാൻ ചോദിച്ചു, ഇത് ഞാൻ അന്നേ ക്ലോസ് ചെയ്തതല്ലേ? അപ്പോൾ ബോസ്, എന്ത് ക്ലോസ് ചെയ്തു, എന്ത് തെളിവാണുള്ളത് എന്ന്. ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് തരാം. അപ്പോൾ ബോസ് പറഞ്ഞ മറുപടി ഇന്ത്യയിലെ ഒരു സാമാന്യ പൗരനെ പോലും ലജ്ജിപ്പിക്കുന്നതായിരുന്നു. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റൊക്കെ ആർക്ക് വേണമെങ്കിലും ലഭിക്കും എന്ന്. ശേഷം ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സഹോദരൻ്റെ നിർദ്ദേശപ്രകാരം വിവരാവകാശ നിയമപ്രകാരം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ ഒരു അപേക്ഷ സമർപ്പിക്കുകയും എൻ്റെ പേരിൽ കേസൊന്നുമില്ല എന്ന് തെളിയിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ കോപ്പി ചെയ്തുകൊണ്ട് ഞാൻ ബോസിന് അയച്ചു നൽകുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം എങ്ങനെയും എന്നെ പൂട്ടാൻ പറ്റില്ല എന്ന് ബോസിനും സബോർഡിനേറ്റിനും മനസ്സിലായി. ഈ കാരണത്താലും ചില പ്രൊജക്റ്റുകളിൽ കുറച്ചു കാലത്തേക്കെങ്കിലും എൻ്റെ അനിവാര്യത മനസ്സിലാക്കിയതിനാലും ബോസിന് എന്നോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്നത് അല്പം കുറഞ്ഞു. ഇതോടൊപ്പം എൻ്റെ ഇമിഗ്രേഷൻ പ്രോസസ്സ് പൂർത്തിയാകാൻ പിന്നെയും നാളുകൾ എടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ജോലി ഇല്ലാത്ത കാലയളവിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ചില പേഴ്സണൽ ബിസിനസ്സുകളുടെ പ്രോജക്റ്റുകളും പൈപ്പ് ലൈനിൽ ആയിരുന്നതുകൊണ്ട് തന്നെ 1 മാസം നോട്ടീസ് പീരീഡിന് പകരം
ഞാൻ മ്യൂച്വൽ അഗ്രിമെൻ്റ് പ്രകാരം 3 മാസം അവിടെ കണ്ടിന്യൂ ചെയ്തു. ഇത്രയും ടോർച്ചറിങ് ഉണ്ടായിട്ടും ഞാൻ ഈ കമ്പനിയിൽ തുടരാനുണ്ടായ സാഹചര്യം ഇനി വിശദീകരിക്കാം. ഒന്ന്, കോവിഡ് കാലഘട്ടത്തിൽ ഒരുവിധം എല്ലാ കമ്പനികളും റിക്രൂട്ട്മെൻറ്റ് നിർത്തിവെച്ചിരിക്കുന്ന സമയമായിരുന്നു അത്. ആ കാലഘട്ടത്തിൽ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നത് എൻ്റെ പ്രൊഫഷണലും സാമ്പത്തികമായ കുഴി തോണ്ടലായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. 2, ഞാൻ ഒരു മിഡിൽ ലെവൽ മാനേജർ പൊസിഷനിലാണ് ഈ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നത്. വ്യക്തിപരമായും പ്രൊഫഷണൽ ഉയർച്ച ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷണലിന് നമ്മുടെ ഇന്ത്യൻ ജോബ് മാർക്കറ്റിലെ സമ്പ്രദായം അനുസരിച്ച് അറ്റ്ലീസ്റ്റ് 1 വർഷമെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്തെന്നാൽ ഈ സ്ഥാപനം ഒരു മൾട്ടിനാഷണൽ മെർജിംഗ് പ്രോസസ്സിലേക്ക് കടക്കുകയായിരുന്നു. ഹ്യൂമൻ റിസോഴ്സ് പ്രൊഫഷണലിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രം ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണത്. ഒരു കമ്പനിയുടെ മെർജിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് കമ്പനിയുടെ ഹ്യൂമൻ റിസോഴ്സിൽ ജോലി ചെയ്യുമ്പോൾ ഒരു കമ്പനി സ്ഥാപിതമാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആകണം, അത്രയും തന്നെ എഫേർട്ട് ഈ പ്രോസസ്സിനും വേണം. അതുകൂടി എൻ്റെ പ്രൊഫൈലിൽ കൂട്ടിച്ചേർക്കാൻ സാധിച്ചാൽ അത് എൻ്റെ കരിയറിൽ ഒരു പൊൻതൂവലാകും എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. തങ്ങളുടെ ടീം മെമ്പേഴ്സിന് മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ചക്രക്കസേരയിലിരുന്ന് ബുദ്ധിശൂന്യ മാനേജീരിയൽ പ്രവർത്തനം നടത്തുന്ന പല ബോസുകൾക്കും ഒരു വിചാരമുണ്ട്. തങ്ങളുടെ ടീം മെമ്പേഴ്സിനെ എത്രത്തോളം അബ്യൂസ് ചെയ്താലും ഹ്യൂമിലിയേറ്റ് ചെയ്താലും ആത്മാഭിമാനം മുറിഞ്ഞിട്ട് പോലും അവർ തിരിച്ചും ഒന്നും പറയാത്തത് അവർക്ക് പേടി കൊണ്ടാണെന്ന്. അല്ല സർ, അല്ല മാഡം, അവർ പ്രതികരിക്കാത്തത് പേടി കൊണ്ടല്ല. അവർക്ക് നിങ്ങളുടെ അത്രയും തരം താഴാൻ പറ്റാത്ത അവർ പ്രൊഫഷണലുകൾ ആയതുകൊണ്ടാണ്. അതിനവരോട് നിന്റെ വായിൽ പഴമാണോ എന്ന് ചോദിച്ചിട്ട് വായിൽ കോലിട്ട് കുത്തരുത്. അവർ പ്രതികരിക്കുന്നത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. ആരാധ്യനായ നമ്മുടെ അഭിമാനമായ ഇന്ത്യയുടെ വഴികാട്ടിയായ APJ അബ്ദുൽ കലാം സാറിൻ്റെ വരികൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. Love your job, but don't love your company, because you may not know when your company stop loving you. Thank you.